Hello guys. ഇനിയാണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. Hello guys, welcome back to my YouTube channel. So today is the final day. We are going to see Blackpink in Wembley Stadium, London. സോ നമ്മുടെ ടിക്കറ്റ് ഒക്കെ ഇവിടെ റെഡിയാണ്. നമുക്കിനി പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ബാഗിൽ എടുത്ത് വെക്കണം. സോ ലെറ്റ്സ് ഡു ദാറ്റ്. I also need to wear the glasses because എൻ്റെ കണ്ണ് ചെറുതായിട്ട് ചുമന്നിരിക്കുകയാണ്. സോ ഞാൻ ലെൻസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് പോവാന്നൊക്കെ കരുതിയ, പക്ഷെ നടന്നില്ല. Now I need to wear the glass. It's fine. It's fine. സോ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് ആദ്യം ഒരു ബോട്ടിൽ വാട്ടർ വാങ്ങണം. ബിക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം. നമുക്ക് അവിടെ ചെന്നാൽ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മടിയാവും ഒറ്റയ്ക്ക് പോയി വാങ്ങാനൊക്കെ, അവിടെ എല്ലാവരും കൂടെ കണ്ടു കഴിയുമ്പോൾ. യാ, ദാറ്റ്സ് ട്രൂ. സോ നമുക്ക് വെള്ളം വാങ്ങിയിട്ട് നമുക്ക് ബസ് കയറാൻ പോവാം. ഓക്കെ. ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. റെയിൽവേ സ്റ്റേഷനല്ല, ഇൻ്റർചേഞ്ച് എത്തി. സോ നമുക്ക് ഇവിടെ നിന്നാണ് ബസ് കയറാനുള്ളത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് അവർ ബസ്. നമ്മുടെ ബസ് അവിടെ വന്ന് കിടപ്പുണ്ട്. ഇതോ കാണുന്ന പച്ച ബസ്സിലാണ് നമുക്ക് പോകാനുള്ളത്. സോ നമുക്ക് ടിക്കറ്റൊക്കെ കാണിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. സോ നമ്മൾ ലണ്ടൻ എത്തി, ബസ് ഇറങ്ങി. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ട് ട്യൂബിൽ പിടിച്ച് വേണം നമുക്ക് വെംബ്ലി എത്താൻ. സോ നമുക്ക് ട്യൂബ് സ്റ്റേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് ട്യൂബ് സ്റ്റേഷൻ കണ്ടുപിടിക്കാം. ലെറ്റ്സ് ഗോ. ഇഷ്ടം പോലെ ആൾക്കാരാണ് നടന്നു പോകുന്നത്. നല്ല വെയിലുണ്ട്. സീ, ബ്ലാക്ക് പിങ്കിൻ്റെ മെർച്ചൻഡൈസ് ഒക്കെ ഇവിടെ സൈഡിൽ കൂടെ ഉണ്ട്. അത് ഷോ യു. സീ, കുറേ ക്യാപ്സും കണ്ണടയൊക്കെയാണ്. ബട്ട് ഐ ഡോണ്ട് നീഡ് ഇറ്റ്. ഞാൻ ലൈറ്റ് സ്റ്റിക്ക് ഓർഡർ ചെയ്തതാണ്, പക്ഷെ എനിക്ക് കറക്റ്റ് സമയത്ത് സാധനം വന്നില്ല ഗൈസ്. സാരില്ല, പോട്ടെ. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സീറ്റ് പർപ്പിൾ സോണിൻ്റെ അവിടെ എത്താനാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് ഈ പർപ്പിൾ സോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ഇറ്റ്. ഫൈനലി നമ്മൾ നമ്മുടെ മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സീ അവർ മെയിൻ എൻട്രൻസ്. സോ ഇനി നമുക്ക് ഏത് വഴിക്ക് കയറണം എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം കയറ്റൂല, അത് വേറെ രസം. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് എവറിത്തിങ്. അപ്പം നമ്മൾ പർപ്പിൾ സോണിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇത് പർപ്പിൾ സോണാണോ? നമ്മൾ പർപ്പിൾ സോണിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം സമയം 4 മണി ആവുന്നുള്ളൂ. ഇനി നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ നമ്മളകത്ത് കയറി, എല്ലാവരും അകത്ത് കയറിക്കൊണ്ട് ക്യൂവിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ്. എൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കളഞ്ഞു. ലെറ്റ്സ് ഗെറ്റ് ഇൻസൈഡ് ഗൈസ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി. സീ ദിസ്. ഗൈസ്, ഞാൻ എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു, പക്ഷേ ഒടുക്കത്തെ വെയിലാണ്, ആരും എത്തിയിട്ടില്ല. ആൻഡ് ദിസ് ഈസ് മൈ വ്യൂ. ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി.
ബിക്കോസ് ഒട്ടുക്കത്തെ വെയിലെടുത്ത് തല വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഓൾറെഡി എൻ്റെ കണ്ണ് ചെറുതായിട്ട് പ്രശ്നമായിട്ടിരിക്കുകയാണ്, റെഡിഷ്നസ് അങ്ങനെയാണ്. സോ ഞാൻ ഓർത്തു അതൊക്കെ ഒന്ന് കുറച്ച് വെയിലൊക്കെ ഒന്ന് പോട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു. ഞാനൊരു ഹോട്ട് ഡോഗ് വാങ്ങിയിട്ടുണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ വെദർ ഐ ലൈക്ക് ഇറ്റ്. സോ വെയിൽ അത്യാവശ്യം കുറഞ്ഞു. അപ്പം ഞാനിൻ്റെ ഉള്ളിലേക്ക് കയറി. എല്ലാവരും ഫില്ലായി തുടങ്ങി. എന്താണ് ഇനിയാണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്, അവർക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ്. മിക്കവാറും 8 മണിയാകുമ്പോൾ തുടങ്ങുമായിരിക്കും, പ്രതീക്ഷിക്കാം. ഈ നടുക്കുള്ള ഈ ലൈറ്റ് കാരണം പകുതി കൃത്യ സെൻറ്ററിൽ കാണത്തും കൂടിയില്ല.
പരിപാടി കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ബാഗ് മേടിക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഈ ക്യൂ എപ്പോൾ തീരുമെന്ന് ഒരു ഐഡിയ ഇല്ല. ബാഗ് വാങ്ങിയിട്ട് വേണം ക്യൂ പിടിച്ച് ബസ് പിടിക്കാൻ പോകാൻ. ബസ് കിട്ടിയാൽ മതി. ബൈ ദ വേ, പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അടിപൊളി. പക്ഷെ ആ കൃത്യം എൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു വലിയ ഒരു ടവർ പോലത്തെ ഒരു ലൈറ്റ് കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ വൃത്തികെട്ട ലൈറ്റ് കാരണം എനിക്ക് അവരുടെ പകുതി സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇതെൻ്റെ ഫസ്റ്റ് ബ്ലാക്ക് പിങ്ക് കൺസേർട്ട് അല്ല, ഇതെൻ്റെ സെക്കൻഡ് പിങ്ക് കൺസേർട്ടാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. ബട്ട് ഐ റിയലി എൻജോയ് ഇറ്റ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ഈ തവണ ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു. അവരവരുടെ എല്ലാ പാട്ടും പാടി. ആൻഡ് ഇറ്റ് വാസ് വണ്ടർഫുൾ. നടക്കട്ടെ. സോ ഫൈനലി നമ്മൾ ഷെഫീൽഡിലെത്തി. അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ മടുത്ത് ശരിക്കും. അവസാനമായി കഴിഞ്ഞപ്പോൾ കുറേ ഓട്ടം അതും ഇതല്ലേ, ബാഗ് എടുക്കാനുള്ള തിരക്ക്, ട്യൂബ് പിടിക്കാനുള്ള തിരക്ക്, ബസ് കിട്ടുമോ എന്നുള്ള ഒരിത്. ബട്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.